അതെ, ഏറെ കണ്ണീരോടെ അല്ലാണ്ട് അർജുനെ ഓർക്കാൻ സാധിക്കില്ല. ഇത്രയധികം മലയാളികൾ കാത്തിരുന്ന മറ്റൊരാൾ ഉണ്ടോ എന്നറിയില്ല. മാത്രമല്ല മരണം അത് വേദനയാണ്. അത് കഴിഞ്ഞിട്ടുള്ള അവിടെ നിന്ന് വരുന്ന കാഴ്ചകളും അതിനേക്കാൾ വേദനാജനകമെന്നതാണ് ഇന്നത്തെ ഒരു അനുഭവം, വാർത്താ ദിനത്തിലെ ഒരു അനുഭവം. പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾ ചേർത്ത് നിർത്തിയുള്ള യാത്രയായിരുന്നു അർജുൻ്റേത്. നമ്മൾ കണ്ടതാണ് അർജുൻ വഴിയരികിൽ പാചകം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അങ്ങനെ കുറേ വീഡിയോസ് ഇന്നും അർജുൻ്റെ മകൻ്റെ ഒപ്പമുള്ള അവരൊരുമിച്ച് യാത്ര ചെയ്യുന്നത്, ഊഞ്ഞാലാടുന്ന, അങ്ങനെ ഒരുപാട് ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. അതെല്ലാം ആ വേദനയുടെ തീവ്രത ആഴം കൂട്ടുന്നതേ ഉള്ളൂ. പുഴയുടെ ആഴങ്ങളിൽ ലോറിയുടെ ക്യാബിനിൽ അർജുന് സമീപം മകന്റെ കളിപ്പാട്ടവും ഉണ്ടായിരുന്നു. ക്യാബിനിൽ നിന്ന് കിട്ടിയ ബാഗും ഫോണും പാത്രങ്ങളും എല്ലാം ഇനി നോവോർമ്മയാണ്. മകനേറെ പ്രിയപ്പെട്ട കളിപ്പാട്ടം അർജുൻ യാത്രയിൽ കൂടെ കരുതിയത് എന്തിനാകും? പുഴയുടെ അടിത്തട്ടിലേക്ക് തനിച്ചു പോകുമ്പോൾ ഒരിക്കലെങ്കിലും തൊട്ടിട്ടുണ്ടാകുമോ അതിൽ? ലോറിയുമായുള്ള അച്ഛന്റെ വരവും കാത്തിരുന്ന മകൻ അയന് ഇനി ഇത് അർജുന്റെ ഓർമ്മയാണ്. നിന്നെ കണ്ടു കണ്ടു മഴവില്ല് കണ്ണിൽ വീടറും ചെല്ലക്കാറ്റ് ചൊല്ല് ചൊല്ല് ചക്കരവാക്കിരന്തുണ്ട്. കുഞ്ഞിൻ്റെതാണ് ഇത് സ്ഥിരമായിട്ട് വാഹനത്തിൽ വെക്കുന്നത്. ഡോക്യുമെന്റ്സ്, ഡ്രസ്സ്, 2 മൊബൈൽ ഫോൺ, വാച്ച് എല്ലാം നമുക്ക് പാത്രങ്ങൾ, അവൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാത്രങ്ങളെല്ലാം ലഭിച്ചിട്ടുണ്ട്. അർജുന്റെ സാമീപ്യമുണ്ടായിരുന്ന ഓരോന്നും, എന്നും പ്രിയപ്പെട്ടവരുമായി സംസാരിച്ചിരുന്ന മൊബൈൽ ഫോണുകൾ, സമയം നിലച്ച വാച്ച്, പാത്രങ്ങളും ബാഗും വസ്ത്രങ്ങളുമെല്ലാം. അങ്ങനെ അർജുൻ കൂടെ കൂട്ടിയതെല്ലാം പുറത്തെടുത്തപ്പോൾ ഗംഗാവലിയുടെ മൺതിട്ട നൊമ്പര തീരമായി. ഇന്നലെ അർജുന്റെ മൃതദേഹ ഭാഗങ്ങളായിരുന്നു കണ്ടെടുത്തത്. ഇന്ന് ഓർമ്മകളുടെ ഭാരമേറിയുള്ള ശേഷിപ്പുകളും. 24 ഷിരൂർ. ഗൂഗിൾ, ഞാൻ ആലോചിക്കുകയായിരുന്നു, നമുക്ക് ഈ കാഴ്ചകൾ കാണുമ്പോൾ തന്നെ കണ്ണു നിറയുകയാണ്. അപ്പോൾ എന്തായിരിക്കും അർജുന്റെ വീട്ടുകാരുടെ അവസ്ഥ എന്നുള്ളത് നമുക്ക് ചിന്തിക്കാനോ ആലോചിക്കാനോ പറ്റില്ല. കാരണം 72 ദിവസം എന്താകും എന്ന് കാത്തിരുന്ന, അല്ലെങ്കിൽ എന്ത് സംഭവിച്ചു എന്ന് അറിയാതെയുള്ള ഒരു അജ്ഞതയിൽ, ഒരു ദുരൂഹതയിലുള്ള നോവ്. അത് കഴിയുമ്പോൾ ഇനി ഈ ഓരോ വസ്തുക്കൾ കാണുമ്പോഴും, ആ കളിപ്പാട്ടമായാലും ഇപ്പോൾ ഈ നമ്മൾ പ്ലേ ചെയ്ത ആ സ്റ്റോറിയിൽ ഉൾപ്പെടുത്തിയ ഗാനങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ഇനി നമ്മൾ ഇന്ന് കണ്ടുപോകുമായിരിക്കാം. പക്ഷേ ഇനിയും അങ്ങോട്ടും അവരുടെ ഫോൺ മെമ്മറിയിലുമൊക്കെ അവരുടെ മേ ബി സോഷ്യൽ മീഡിയ വോളിലൊക്കെയും ഈ ഗാനവും ദൃശ്യങ്ങളും ഒക്കെ ഉണ്ടാകുമല്ലോ. അതൊക്കെ കാണുമ്പോൾ വീണ്ടും 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 വേദനിക്കും എന്നത് ഉറപ്പാണ്.